ഹലോ ഹെബിയിലുടന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞൊരു വ്ളോഗിൽ ഞാൻ കാണിച്ചായിരുന്നു ഞങ്ങളുടെ കുറേ അടുക്കിപ്പറക്കുകൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന്. അപ്പോൾ ജോസൻ ഇതാ ഭയങ്കരമായിട്ട് ജോലി ചെയ്യുമ്പോൾ ഉടുപ്പൊന്നും ഇടാറില്ല കേട്ടോ, അതാണ് സംഭവം. എന്തായാലും ഇന്നത്തോടുകൂടി മിക്കവാറും എല്ലാം ഞങ്ങളുടെ കംപ്ലീറ്റ് ആയി. സ്റ്റോർ എന്ന് പറയുന്നത് ഏകദേശമൊക്കെ ഒരു പരുവമായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറേ സാധനങ്ങൾ കൂടി വരാറുണ്ട്, എങ്കിലും ഒരുവിധം നന്നായി അടുക്കി താണ്ട പൂമാല പോലെ ജോസേൻ്റെ പ്ലംബിംഗ് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ഓൾറെഡി ഞങ്ങൾ ഒരു തെറ്റ് ചെയ്തത്, ഇതിനകത്ത് സ്ലാബ് അടിച്ചിട്ട് ചെയ്യേണ്ടതായിരുന്നു, അത് വിട്ടുപോയി. പക്ഷെ ഇനിയിപ്പം സ്ലാബ് അടിക്കേണ്ടതെന്ന് വെച്ച് ഈ ഷെൽഫ് ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ എല്ലാ സാധനങ്ങളും അതിനകത്ത് തന്നെ എടുത്ത് വെക്കാം. ഇനിയും കുറെ സാധനങ്ങൾ വരാനുണ്ട് കേട്ടോ. ഉള്ളതെല്ലാം കൂടി ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതായിരുന്നു വലിയ ആനക്കാര്യം എന്ന് വെച്ചാൽ ഈ ടെറസിൽ വെറുതെ കൊണ്ടിട്ടേക്കുമായിരുന്നു. എല്ലാം ഇതുപോലെ അടുക്കി പറക്കി ഒന്ന് ഒതുക്കി വെച്ചിക്കാൻ തന്നെ കുറേ ദിവസങ്ങൾ എടുത്തു. ഇപ്പൊ എന്താവശ്യം ഉണ്ടെങ്കിലും എടുക്കാനും എളുപ്പമാണ്. ഓരോ സെക്ഷൻ വൈസ് തിരിച്ചത് കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. അപ്പൊ അടുത്ത അംഗം വെട്ടിനായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്തതിലേ ശരിയാവത്തുള്ളൂ. ഈ വിറകുകളെല്ലാം ഉണ്ടല്ലോ, അകത്ത് ആ സ്റ്റോറിനകത്ത് എടുത്ത് വെച്ചിരുന്നതാണ്. ഈ അല്പം വെള്ളം തോരാനായിട്ട് പെട്ടെന്ന് അടുക്കളയിലേക്ക് കത്തിക്കാൻ മറ്റിടത്തുനിന്ന് എടുക്കണ്ടല്ലോ, അതിനുവേണ്ടി കുറച്ച് ഇവിടെ മാറ്റി വെച്ചിരുന്നതാ. അപ്പോൾ അതിനകത്ത് സാധനങ്ങളൊക്കെ വെച്ചപ്പോൾ ഇങ്ങോട്ട് മാറ്റി. ഇനി ഇതെല്ലാം ഒതുക്കി പെറുക്കി വെക്കണം. കാരണം അത്യാവശ്യം മഴയുണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കത്തിക്കണമെങ്കിൽ ഇത്തിരി വിറക് എപ്പോഴും മാറ്റി വെച്ചേക്കണം. ഞാൻ അങ്ങനെ മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ എല്ലാം ഇനി തൂത്തുവാരി ആ വിറകെല്ലാം കൂടെ ഞാൻ ആ മേളിൽ തന്നെ അങ്ങ് ഒതുക്കി വെക്കാമെന്ന് വെച്ചു. അല്ലെന്നുണ്ടെങ്കിൽ ഇനി ഇത് പുറത്ത് കൊണ്ടുവച്ചാൽ അത് നനയീർപ്പം അടിക്കും, കത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഉണക്കുള്ള സമയത്ത് ഞാൻ ഈ പറമ്പിൽ നിന്നൊക്കെ കുഞ്ഞു കുഞ്ഞു ചുള്ളിക്കമ്പുകളുണ്ടല്ലോ, അത് ഇങ്ങനെ പെറുക്കി വെച്ചേക്കും, നമുക്ക് എളുപ്പം തീ കത്തിക്കാനായിട്ട്. കഴിവതും അടുപ്പ് കത്തിക്കാൻ ഞാൻ അങ്ങനെ മണ്ണെണ്ണയൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇങ്ങനെ ചുള്ളിക്കമ്പുകളോ പേപ്പറുകളോ ഒക്കെ സെപ്പറേറ്റ് മാറ്റി വെച്ചേക്കും അടുപ്പ് കത്തിക്കാനായിട്ട്. അങ്ങനെയാണ് കത്തിക്കുന്നത്. മാറാല ഒരു വലിയ പ്രശ്നമാണ് കേട്ടോ. ഇന്ന് ഒരു ദിവസം മാറാല അടിച്ചിട്ട് പിറ്റേന്ന് ചെന്ന് നോക്കിയാൽ അതുപോലെ അവിടെ മാറാല കാണും. മടുത്തെന്ന് പറഞ്ഞാൽ മതി ഞാൻ മാറാല അടിച്ചിട്ട്. കാരണം നമ്മൾ ഒരു ദിവസം മാറാല അടിച്ചിട്ട് ഒരു 3-4 ദിവസം അങ്ങോട്ട് ആ സൈഡിലോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു വർഷമായ കണക്കായിരിക്കും മാറാല കെട്ടിക്കിടക്കുന്നത്. ജോസൻ പറയാം എല്ലായിടവും ഇങ്ങനെ തന്നെ, ഇവിടെ മാത്രമല്ല, പിന്നെ നമ്മൾ പെയിന്റ് അടിച്ചിട്ട് കുറേ നാളായില്ലേ, അതിൻ്റെയും കൂടെ ആയിരിക്കും പെയിന്റ് അടിക്കുമ്പോൾ ഈ പ്രശ്നമൊക്കെ മാറുമെന്ന്. എല്ലാ ദിവസവും പെരക്കി ചുറ്റും നടന്ന് മാറാല അടിക്കാനൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് അങ്ങോട്ടും അങ്ങനെ സമയം കിട്ടാറുമില്ല. ചിലപ്പോൾ ഒരു 1-2 ആഴ്ച കൂടുമ്പോഴായിരിക്കും ഞാൻ മൊത്തത്തിലൊന്ന് പെരക്കി ചുറ്റും നടന്നൊന്ന് മാറാല അടിക്കുന്നത്. പക്ഷെ കാണുന്നവർ വിചാരിക്കും ഇതെന്തുവാ തൂത്തുവാരത്തും ഇല്ല, ആൾതാമസം ഇല്ലാത്ത വീടാണെന്ന് തോന്നിക്കും. ആ രീതിയിലാണ് മാറാല കിടക്കുന്നത്. ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് കുറച്ച് മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടു അതിൻ്റെ തണുപ്പ് മാറാനായിട്ട്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ജോസാൻ്റെ വിളി കേട്ട് ചെന്ന് നോക്കിയപ്പോൾ ഈ നമ്മുടെ റോഡേ കൂടെ തലച്ചുമടെ ചട്ടിയും കുടവും ഒക്കെ കൊണ്ടുവന്ന പണ്ടിങ്ങനെ കൊണ്ടുവരുന്നു. ഇപ്പം പൊതുവെ കാണാറേ ഇല്ല. ഞാനിവിടെ താമസമായതിൽ പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്, എനിക്ക് കുറച്ച് മൺചട്ടിയും കുടങ്ങളും ഒക്കെ വേണമെന്ന്. ചന്തയിൽ പോകണമെന്ന് വിചാരിക്കും, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യമായതുകൊണ്ട് അങ്ങനെ പോവാറും ഇല്ല. ഒരു പ്രാവശ്യം പോയി നോക്കിയപ്പോൾ എനിക്ക് നല്ല കറക്റ്റായിട്ടുള്ളതൊന്നും പരുവത്തിനുള്ളതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല, തിരിച്ചു വന്നു. അപ്പോൾ ഇപ്പം എന്തായാലും നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നല്ലേ, അപ്പോൾ ഓരോന്നും ഇങ്ങനെ നോക്കിയെടുക്കുക. എനിക്കാണെങ്കിൽ ഇതിൻ്റെ വില അറിയത്തില്ല, ഇപ്പോഴത്തെ ജോസാനും അറിയത്തില്ല, രണ്ടുപേരും കണക്കാണ്. അപ്പോൾ ഓരോന്നെടുക്കുമ്പം പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോന്നെടുത്ത് കാണിക്കുമോ, ഇത് നല്ലതാണ്, തോരൻ വെക്കാൻ നല്ലതാ, കറി വെക്കാൻ നല്ലതാ. പണ്ടുള്ളവരൊക്കെയാണ് ഇങ്ങനെ കൊട്ടിയൊക്കെ മേടിക്കുന്നത് കാണാം. ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പം എന്തായാലും കുറച്ച് ചട്ടിയൊക്കെ വാങ്ങിച്ചു. നല്ല പ്രായമുള്ള ഒരാളാണ്. കണ്ടിട്ട് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. ഇത്രയും വെയിറ്റൊക്കെ തലയിൽ ചുമ്മിക്കൊണ്ടൊക്കെ ജീവിക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ പിന്നെ ഞാനൊരു ചായയൊക്കെ ഇട്ട് കൊടുത്തു. കാണുന്നവർ ചിന്തിക്കാതിരിക്കാം, ചേച്ചി ഇപ്പോൾ ഈ കൊറോണയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കൊടുക്കാൻ പാടുണ്ടോന്ന്. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമ്മളിപ്പോൾ കൊറോണയുടെ പേരിൽ മനുഷ്യത്വം തന്നെ ഇല്ലാതെ ജീവിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ കുറച്ച് ചട്ടിയും കുടവും ഒക്കെ വാങ്ങിയേ. അല്ലവിത്ത് വെള്ളം ഒഴിച്ചു വെക്കണം, തിരികെയൊക്കെ വെച്ചിട്ടേ. കഞ്ഞിവെള്ളം ഇത്ര എല്ലാത്തിലൂടെ ഒന്നും ഒഴിച്ചു വെക്കാനില്ലല്ലോ, ഓരോ ദിവസം ഓരോന്നിലൊഴിച്ചു വെക്കാം. പോയോ സാർ, ആദ്യം അത് പാചകം ചെയ്യുന്നതിന് മുമ്പ് അത് മയക്കണം. അത് മയക്കിയതാ, ഞാനൊന്നും ചെയ്തില്ലേ. ഞാൻ വീണ് കഴിഞ്ഞ ചട്ടി ഇത്രയല്ലേ ഉള്ളു മൊത്തം.
ഇത് ഇത്രയും കൂടെ 1, 2, 3, 4, 5, 6 കൂട്ടമുണ്ട്. 1250 പറഞ്ഞ് പിന്നെ റൗണ്ട് ചെയ്ത് 1000 ആക്കി ഇങ്ങനെ തന്നു. അത് ലാഭമോ നഷ്ടമോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഇത് ഞാൻ എടുത്തത് അവിയലും എല്ലാം വെക്കാനാണേ. ഇച്ചിരി കുഴിയുണ്ടായി ഇപ്പോൾ. അതിനെത്ര വില? വിലയൊന്നും ഇതിന് ചോദിച്ചത് 150. ഇത് 150ആണോ 250ആണോ? 150. ആ, ഇത് 150. ഈ ചട്ടി 250. ഇതും 150 പറഞ്ഞത്. ഇത് ഞാൻ തോരനം കാണാൻ വെക്കാൻ ചില പരന്നത്. അത് 150. ഇത് 150 മോര് കാച്ചാനോ പരിപ്പ് കറിക്കോ അങ്ങനെയുള്ളതിനൊക്കെ. ഇത് ഇത്തിരി കൂടുതലുണ്ടെങ്കിൽ മീൻചട്ടി എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇനി അതല്ലെന്നുണ്ടെങ്കിൽ വലിയതായിട്ട് ചില അവിയൽ വെക്കണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും വെക്കണമെങ്കിലോ അതിന് വേണ്ടി എടുത്തതാ. കാരണം എൻ്റെ വലിയൊരു മീൻചട്ടിയും ചെറിയൊരു മീൻചട്ടിയും ഉണ്ട് ഓൾറെഡി. ആ, വലിയ ചട്ടിക്ക് 250. ഇതും 250 പറഞ്ഞേ. അല്ല, 350. ഇത് 1 കിലോ അരിയിട്ട് ചോറ് വെക്കാൻ പറ്റുന്ന കലം. അത് 350 രൂപ. ഇതും എന്തേലും ഒഴിച്ചേറിയൊക്കെ വെക്കാനായിട്ട് എടുത്തതാണേ. അല്ലെ സാമ്പാറോ അങ്ങനെ കാണാൻ ചെയ്യാൻ. അതിന് 250 ആണെന്ന് തോന്നുന്നു, അതോ 200 എന്തോ. അതിൽ ഇതെല്ലാം കൂടെ 1000 രൂപയാണ്. 1000 രൂപയ്ക്ക് നിങ്ങൾ ചട്ടിയും കലവും ഒക്കെ ഉപയോഗിക്കുന്നവർ ഇത് ലാഭമോ നഷ്ടമോ പറയണേ. എന്തോ ആയാലും ലാഭമായാലും നഷ്ടമായാലും ഞങ്ങൾ പൈസ കൊടുത്ത് പിന്നെ ഞങ്ങൾക്ക് കേൾക്കാൻ ഒരു സുഖമുണ്ട്. അപ്പം ഞങ്ങളുടെ ചട്ടികളുടെ ഷോറൂമായത്. പട്ടി കയറി മറിച്ചിടുവോ എന്തോ? ഇല്ല, പട്ടി അങ്ങനെ കാണത്തില്ല. ഇവിടെ എന്തായാലും ഉണ്ടെങ്കിൽ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചട്ടിയെ ഞാൻ എന്നോ ഒരു ദിവസം ഇറ്റാലിയൻ ചീനച്ചട്ടിക്കകത്ത് ചെയ്തപ്പോൾ ഓമന ആൻറ്റി എനിക്ക് വാട്സപ്പ് ഇട്ട് അടുത്തെങ്ങാണോ ആയിരുന്നു ഞാൻ വന്ന് ചെവിക്ക് പിടിച്ചതിന് നാട്ടിലാണ്. എന്നിട്ട് ഇതുവരെ മൺകുടമോ കലമോ ഒന്നും മേടിക്കാൻ സമയം കിട്ടിയില്ലയോ, നാട്ടിലുള്ള സമയത്ത് ഇതൊക്കെ മേടിച്ച് ഉപയോഗിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും മേടിച്ചിട്ടുണ്ട്. ഇനിയുള്ള നമ്മുടെ പാചകങ്ങളെല്ലാം ഇതിനകത്തൊക്കെ ആയിരിക്കും. കോട്ടയത്തേക്കുവാണേ. കോട്ടയത്തെ ഒരു സോപ്പ്, ഇത് ഹീലിംഗ് ക്രീം, ഇത് തലയിൽ തേക്കുന്ന എണ്ണ. ഇപ്പം ഞാൻ എൻ്റെ പ്രോഡക്റ്റൊക്കെ പുറയിലിരുന്നാണ് ചെയ്യുന്നത് വീടിൻ്റെ. ഇവിടെ ഇപ്പോഴാണ് ഈ പണി ചെയ്തത്. അപ്പോൾ എൻ്റെ പാക്കിങ് എങ്ങനെയാണെന്നൊക്കെ കാണേണ്ടവർക്ക് കാണാം. അതാ ഇത്രയും ദിവസം ഇവിടെ ചുറ്റിയില്ലേ ഞാൻ കണ്ടുപിടിക്കാൻ. അപ്പം ഇതോട്ടി എൻ്റെ പാക്കിങ് കഴിഞ്ഞു. ഇത് പ്രിയ സുരേഷ്, ഇത് കോട്ടയത്ത്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചില്ലായിരുന്നു, ഞാൻ മുരിങ്ങയില ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആവശ്യത്തിന് വെള്ളം തിളപ്പിക്കുമ്പോഴും പിന്നെ ഇടാൻ പറ്റുന്ന എല്ലാ കറികളിലും ഞാനിത് ചേർക്കാറുണ്ട്. ഇത് ചായ പോലെ, അത് ചായ എന്ന് വെച്ചാൽ തേയിലയിട്ടല്ല, അല്ലാതെ കുറച്ച് വെള്ളം തിളപ്പിച്ച് ഈ തേയിലയിട്ട് വെള്ളം തിളപ്പിച്ച് അങ്ങനെ കുടിക്കാറുണ്ട്. പിന്നെ എന്താണ്, ഉപ്പുമാവ് ഉണ്ടാക്കുവാണെങ്കിൽ അതിൽ ചേർക്കാറുണ്ട്. ചട്നി ഉണ്ടാക്കുവാണെങ്കിൽ അതിൽ ചേർക്കാറുണ്ട്. സാലഡിനകത്ത് ചിലപ്പോൾ പച്ചക്കരിഞ്ഞിടാറുണ്ട്. സൂപ്പിനകത്ത് ഈ മുരിങ്ങയില മാത്രം ഇട്ട് വഴറ്റി ഈ ഒരു സൂപ്പ് പോലെയൊക്കെ ഉണ്ടാക്കും. ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ മുരിങ്ങയില. അപ്പോൾ ഇന്ന് ഞാൻ കുടിക്കാൻ തിളപ്പിക്കുന്ന വെള്ളത്തിൽ മൊത്തത്തിൽ ഇടുന്നില്ല. ഇത് മാത്രം ഇട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് അത് ഫ്ലാസ്കിനകത്ത് ഒഴിച്ച് വെക്കാൻ വേണ്ടിയാണ്. ആവശ്യമുള്ളപ്പോൾ കുടിക്കാം. അതും അല്ലെങ്കിൽ നല്ല ചൂടാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമുണ്ട്, അതിനകത്ത് ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് വേണമെങ്കിലും കുടിക്കാം. ചിലപ്പോൾ ഫ്ലാസ്കിൽ അരിച്ചൊഴിച്ച് വെക്കും. എന്നിട്ട് ഈ ഇല അല്ലാതെ തന്നെ ഞാൻ ചവച്ചങ്ങ് കഴിക്കുമേ. ചിലപ്പം ബാക്കിയുള്ള ഇല കളയും. അത് ഓരോന്ന് മൂഡിൽ ഡിപ്പെൻഡാണ്.
ചിലപ്പോൾ ഇതോടൊപ്പം പട്ട ഇടും, അല്ലെ ഗ്രാമ്പു ഇടും, ചിലപ്പോൾ ഏലക്ക ഇടും, ചിലപ്പോൾ ചുക്കിടും. ഇതെല്ലാം ഓരോ സമയത്ത് ഓരോ തോന്നലാണ് കേട്ടോ. ചിലപ്പോൾ ഇഞ്ചി ആയിരിക്കും ഇടുന്നത്. ഇപ്രാവശ്യം ഞാൻ പട്ടയാണ് ഇട്ടേക്കുന്നത്. ഉച്ചയ്ക്ക് മീൻകറിയാണ്. മീൻകറിയുടെ റെസിപ്പി സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ല, ധാരാളം വീഡിയോസ് ഇട്ടിട്ടുണ്ട് മീൻകറിയുടെ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, ലേശം കടുകും ലേശം ഉലുവയും കൂടി പൊട്ടിച്ച ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ലേശം കൊച്ചുള്ളി, കറിവേപ്പില ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കണം. മസാലയായിട്ട് എടുത്തിരിക്കുന്നത് മുളക് പൊടി, ലേശം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. കാരണം ഇത് നല്ല പീസ് മീനൊന്നും അല്ല, ഇത് ഒത്തിരി നാൾ വെച്ചേക്കാനും ഇല്ല. നാളെ ഒരു ദിവസത്തെ കൂടിയേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഒത്തിരി വെച്ചേക്കാനുള്ള മീനാണെങ്കിൽ, നല്ല പീസ് മീനാണെങ്കിൽ ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ. അല്ലാത്തത് കൊണ്ട് ചെറിയൊരു കൊഴുപ്പിന് വേണ്ടി ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. മുളക് പൊടി, മല്ലിപ്പൊടി, ലേശം ഉലുവാപ്പൊടിയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത്, പുളിവെള്ളത്തിലാണ് മിക്സ് ചെയ്തത്. എന്നിട്ട് ആ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം, അതിൻ്റെ കളർ മാറി വരണം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള പുളിയും പുളിവെള്ളവും ബാക്കി വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് വരട്ടെ. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ആ വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട ശേഷം വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാമേ. മീൻ ഒട്ടും ഉളുമ്പില്ലാതെ കഴുകിയെടുക്കാൻ ഒന്നുകിൽ ലാസ്റ്റിൽ പുളിവെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ച് കഴുകിയെടുത്താലും മീനിന്റെ ഉളുമ്പ് നാറ്റം ഒട്ടും കാണില്ല. മീൻ കറി വെക്കുമ്പോൾ ആദ്യം തീ ഇച്ചിരി കൂട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. തിള വരുമ്പോൾ തീ കുറച്ചിട്ടിട്ട് ചെറു തീയിലിട്ട് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം, നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അരിയും പച്ചരിയും പിന്നെ വെള്ളരിയും നമുക്ക് റേഷൻ കടയിൽ നിന്ന് വെള്ളരിയും ചുമന്നരിയും ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ഇട്ട് വെക്കാനായിട്ട് എനിക്ക് ഇത്തിരി ഡബ്ബകൾ കുറേ ഉണ്ട്. അത് ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അവിടെ ഇങ്ങനെയുള്ളതാണല്ലോ യൂസ് ചെയ്യുന്നത്. ഗോതമ്പ് പൊടിപ്പിക്കാനൊക്കെ കൊണ്ടുവന്ന ഇങ്ങനെയുള്ളതിനകത്താണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഉപകാരമായി ഇത് കേട്ടോ. കാരണം എല്ലാം സെപ്പറേറ്റ് ഇട്ട് വെക്കാമല്ലോ. ഓരോ പ്രാവശ്യം അരി കാലിയാവുമ്പോൾ ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി വെക്കും. അതിനുശേഷം വീണ്ടും അതിനകത്തോട്ട് അരി നിറച്ച് വെക്കും. അപ്പോൾ ഇപ്രാവശ്യം അരി ഇരുന്നത് കാലിയായി. അപ്പോൾ ഒന്ന് കഴുകി വെക്കുക, എന്നിട്ട് നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടേ അടുത്ത അരി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ പാത്രം ഉണങ്ങിയിട്ട് വേണം അതിനകത്തോട്ട് ഇട്ട് വെക്കാനായിട്ട്. അതിനകത്ത് നോക്കിയാൽ എൻ്റെ പേര് കാണാം കേട്ടോ. ബോംബെയിൽ ഗോതമ്പ് പൊടിപ്പിക്കുന്ന ഡബ്ബയായിരുന്നു ഇത്. അതായത് മില്ലിൽ ഗോതമ്പ് കൊണ്ട് വെക്കുമ്പോഴേ അറിയാൻ വേണ്ടി പേരെഴുതി വെക്കുന്നത്. അവിടെ എല്ലാവരും ഇങ്ങനെയുള്ള ഡബ്ബകളാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ തിരിഞ്ഞു പോകും. അപ്പോൾ മില്ലുകാർ തന്നെ അവിടെ ചെല്ലുമ്പോൾ പേരെഴുതിപ്പിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം എഴുതിയത് പിന്നെ പോകണമെങ്കിൽ ഇത്തിരി പാടാ. പക്ഷെ നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറയുന്നത് പോലെ നമുക്ക് പേരുണ്ടെങ്കിലേ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. പക്ഷെ ഇവർക്കുണ്ടല്ലോ, മില്ലിലെ ആൾക്കാർക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ കറക്റ്റ് ഡബ്ബ എടുത്തു തരും. അതൊരു പ്രത്യേക കഴിവാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ മീൻ നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ചട്ടി ഒന്ന് കറക്കി കൊടുത്തായിരുന്നു. അപ്പൊ എന്താ, മീൻകറിയുടെ കൊഴുപ്പ് നമുക്ക് എത്രയും പറ്റിക്കണോ അല്ലെങ്കിൽ വറ്റിക്കണോ അത്രയും വറ്റിച്ചെടുക്കാം. ഇതിപ്പോ ചട്ടിയാണല്ലോ. ചട്ടി എന്ന് പറയുമ്പോൾ ഇരുന്ന് ചട്ടിക്കകത്ത് മീൻകറി വെച്ചിട്ടുള്ളവർക്കറിയാം, ചട്ടി ഇരുന്ന് നന്നായിട്ട് വറ്റും. ചട്ടി ചൂടാണല്ലോ. അപ്പോൾ ഇത്തിരി നമ്മൾ ചാറ് പ്രതീക്ഷിക്കുന്നതിലും കൂടുതലിട്ട് ഓഫ് ചെയ്യണം. ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. എക്സ്പീരിയൻസ് ഉള്ള അമ്മമാരും പറയും ഇതൊക്കെ എന്തിനാ ഈ പറയുന്നതെന്ന്. അപ്പൊ ഇത്രയും ചാറിട്ട് വറ്റിച്ചാൽ അത് നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകിയിരിക്കുമേ. ലാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില മുകളിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഞാൻ ഈ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. വലിയൊരു ചരുവം എടുത്തിട്ട് അതിനകത്ത് ഈ വേടിച്ച മൺചട്ടികളുണ്ടല്ലോ, അതിനകത്ത് ആ ചരുവത്തിൽ എത്രയും മുങ്ങാമോ അത്രയും ചട്ടിയും കുടവും ഒക്കെ മുക്കി ഇടാൻ വേണ്ടിയാണേ. അപ്പൊ ജോസൻ എവിടെ നിന്ന് കോമഡി ഇടിക്കുന്നുണ്ട്, അത് പൊടിഞ്ഞു പോകും, മണ്ണില്ലയോ, മണ്ണിൻ്റെ അകത്ത് കിടന്ന് അലിഞ്ഞു പോകും എന്നൊക്കെ. അപ്പോൾ ഞാനിത് 2-3 ദിവസം ഇങ്ങനെ ഇട്ട് വെച്ചേക്കാൻ വേണ്ടിയാണ്. നേരത്തെ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. ചട്ടിയൊക്കെ പുതിയത് മേടിക്കുമ്പോഴേ കിടക്കത്തക്ക രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഇടാറുണ്ട്. സാധാരണ കഞ്ഞിവെള്ളത്തിൽ എല്ലാവരും ഇങ്ങനെ മുക്കി ഇടാറുണ്ട്. അപ്പോൾ ഈ ചരുവം നിറച്ച് കഞ്ഞിവെള്ളത്തിന് വേണ്ടി ഞാൻ കുറേ ദിവസം കഞ്ഞി വെക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ മുക്കി ഇടുകയാണ്. അതിനകത്ത് എല്ലാം മുങ്ങത്തില്ല, കൊള്ളുന്നതിൻ്റെ അത്രയും അതിനകത്ത് ഇട്ട് മുക്കി വെക്കുക. ഒരു 2-3 ദിവസം ഇങ്ങനെ വെച്ച ശേഷം ബാക്കി കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ എൻ്റെ ഒരു ചിന്തയെന്ന് പറയുന്നത്, ഇത് ഉണങ്ങിയ ചട്ടികളൊക്കെയാണല്ലോ. അപ്പം വെള്ളം പിടിക്കുന്നെങ്കിൽ മൺചട്ടിയൊക്കെ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ. അത് നമ്മൾ മൺകുടമൊക്കെ പുതിയത് മേടിച്ചിട്ട് വെള്ളം ഒഴിച്ചു വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് വെള്ളം വറ്റി വറ്റി വരും അതിനകത്തുനിന്ന്. നമ്മൾ മണ്ണിന്റെ കൂജയൊക്കെ മേടിക്കത്തില്ലേ വെള്ളം ഒഴിച്ചു വെക്കാനായിട്ട്, തണുത്ത വെള്ളത്തിന് വേണ്ടി. അപ്പോൾ അത് മേടിച്ചിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചു വെക്കുമ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഈ വെള്ളം ഒഴിച്ചു വെക്കുമ്പോൾ അത് പറ്റും അതിനകത്ത് തന്നെ ഇരുന്ന്. അപ്പോൾ പറയുന്നത് ആ കലം വെള്ളം വലിച്ചെടുക്കുന്നതാണെന്നാ.
ആ ഒരു ചിന്തയോടെയാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നതും. അപ്പൊ 2-3 ദിവസം ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ തന്നെ വെച്ചിരുന്നു. വെള്ളം വറ്റുന്നതിനനുസരിച്ച് പുതിയ വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പൊ ആ കുടങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ടപ്പോഴേ ടപ്പടപ്പേന്ന് സൗണ്ട് ഒക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ നിന്ന്. അതിനുശേഷമാണ് ബാക്കി മയക്കൽ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തത്. അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ പുറകാലെ ഇടാം. തോരൻ വെക്കാനായിട്ട് പച്ച ഏത്തക്ക മേടിച്ചോണ്ട് വന്നായിരുന്നു. അതാണ് തോരൻ വെക്കുന്നത്. ഒത്തിരി വിളഞ്ഞതല്ല, എന്നാലൊട്ട് പൊട്ടുമല്ല. അപ്പൊ എല്ലാവർക്കും അറിയാം, കായൊക്കെ തോരൻ വെക്കാൻ എടുക്കുമ്പോൾ അതിന് മുമ്പ് കയ്യിൽ നല്ലതുപോലെ വെളിച്ചെണ്ണ പുരട്ടിയാൽ ഏറ്റവും നല്ലത്. അതിനുശേഷം കാ ചെത്തി അരിഞ്ഞ് കഞ്ഞിവെള്ളത്തിലോ അല്ലാതെ സാധാ വെള്ളത്തിലോ അരിഞ്ഞിടണം. വെള്ളത്തിൽ അരിഞ്ഞിടുമ്പോൾ ഇച്ചിരി മഞ്ഞൾ അതിനകത്ത് ഇട്ടാലും നല്ലതാണ് കറ പോകാനായിട്ട്. ഞാൻ അധികം ഒന്നും ചെത്തിയിട്ടില്ല കേട്ടോ, ഇതുപോലെ ഇച്ചിരി ചെത്തി കളഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴുകി വാരിയിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പൂടിട്ടൊന്ന് വേവിക്കാൻ വെച്ചു. എന്താണെന്നറിയത്തില്ല, ഇതിന് ഇത്തിരി കറുത്ത കളറ് പോലെ ഇളവുന്നുണ്ട്. അതിന് തൊലി അധികം ചെത്തി കളയാഞ്ഞോണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതുവരെ കാത്തോരൻ വെക്കുമ്പോൾ ഇങ്ങനെ കളറ് അങ്ങനെ ഇളകിയിട്ടില്ല. അത് കറയാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ തോരൻ വെക്കുമ്പോൾ ഇങ്ങനൊരു കളറ്. കാ വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നേ. ഏകദേശം കാ വെന്ത ശേഷം അതിലേക്ക് തേങ്ങ, സവാളയുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, ലേശം മഞ്ഞപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. ഇതിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ആദ്യം തന്നെ കാ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. കാരണം ഏത്തക്ക എന്ന് പറയുന്നത് അത് ഇരിക്കും തോറും ഉറപ്പ് തോന്നുന്ന ഒരു തോരനാണ്. അപ്പോൾ അത് അത്യാവശ്യം ആദ്യമൊന്നും ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചിരുന്നില്ല, അല്ലാതെ തന്നെ തോരൻ വെക്കുകയായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ കുറേ നാളായിട്ടാണ് ഞാൻ അത്യാവശ്യത്തിന് ഇത്തിരി വെള്ളം ഒഴിച്ച് വേവിച്ച ശേഷം ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആവും തോരൻ. അപ്പോൾ ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് താളിക്കാം കേട്ടോ. കടുക് താളിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ, വറ്റൽമുളകൊക്കെ ഇട്ട്. പിന്നെ നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരുടെയൊക്കെ വീട്ടിൽ ഈ തോരൻ വെക്കുമ്പോൾ കടുക് താളിക്കുമ്പോൾ അരി വറുത്തിടുമെന്നൊന്നും പറയണേ. എൻ്റെ വീട്ടിലെ അമ്മ തോരനും അതുപോലെ തന്നെ പപ്പായ ഓമയ്ക്ക തോരനും കടുക് താളിക്കുമ്പോൾ അരി വറുത്തൂടിട്ട് കടുക് താളിക്കുമായിരുന്നു. നല്ല ടേസ്റ്റാണ് അതിന്. ഞാനിപ്പോൾ അല്ലാതെ സാധാ കടുവും ഞാൻ താളിക്കുന്നില്ല. പിന്നെന്താണ്, എൻ്റെ തോരൻ്റെ കളറിൽ എനിക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അങ്ങനെ തോരനും റെഡിയായി. തുണി തേക്കാൻ ജോസാൻ കണ്ടുപിടിച്ച അടുത്ത പുതിയ സ്ഥലമാണ് ഇത്. എൻ്റെ ചട്ടിയും കലവും എല്ലാം താഴെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറെ നേരമായിട്ട് അനക്കൊന്നുമില്ല. ഞാൻ വിചാരിച്ച സിറ്റ് ഔട്ടിൽ കാണുമെന്ന്, പിന്നീടല്ലേ അറിഞ്ഞ സംഭവം ഇവിടെയാണെന്നോ. ജോസാന്റെ എത്രാമത്തെ സ്ഥലമാണ് ജോസ ഇത്? ഇവിടുന്ന് ഇനി എങ്ങോട്ട് മാറും? കടയിലോട്ട്. ആദ്യത്തെ സ്ഥലം ഏതായിരുന്നു ജോസാന്റെ? മേശപ്പുറം. പോയോ ഇവിടുത്തെ ആദ്യത്തെ ആ മേശപ്പുറമായിരുന്നു. ആ മേശ നമ്മൾ പിന്നെ സാധനം എടുത്തു വെക്കും. അയ്യാ നോക്ക് തേച്ച് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സിറ്റ് ഔട്ടിലായി. സിറ്റ് ഔട്ടിൽ നിന്ന് പിന്നെ ബെഡിലായി. ബെഡിൽ നിന്ന് പിന്നെ അടുക്കളയിൽ എൻ്റെ പാതകത്തേലായിരുന്നു. ഇപ്പോൾ അതാ അടുത്ത സ്ഥലം. ഇവിടെ ഇനി എത്ര ദിവസം കാണുമോ എന്തോ. രാത്രി 9 മണി. ജോസാൻ്റെ തുണി തേപ്പ് നടക്കുന്നു. അയ്യേ ഞാനും ശ്രദ്ധിച്ചില്ല. ജോസ കഷ്ടമുണ്ട്. എനിക്ക് ജോസനെ ഉടുപ്പിടിക്കാനൊന്നും അറിയത്തില്ല. അത്ര വലിയ എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ല എനിക്ക്. ഉടുപ്പില്ലാതിരിക്കുന്നവരെ ഉടുപ്പിടിക്കാൻ. രാത്രി 9:30 കുറ്റാക്കൂറ്റിരുട്ടാണേ. എൻ്റെ 1-2 ചുരിദാറോടൊക്കെ തേച്ചേരണേ. എടുത്തോണ്ട് തരട്ടെ. ഇവിടെ തേക്കാൻ ഇരിക്കാൻ എല്ലാ സൗകര്യവും. അത് എനിക്ക് സമയമില്ലാഞ്ഞിട്ടില്ലയോ. സമയം ഫ്രീ ആകുമ്പോൾ ഞാൻ പറയാം. കഷ്ടമുണ്ട് ജോസ. എനിക്ക് സമയമില്ലാത്തോണ്ടല്ലേ ജോസ പറയുന്നത്. 2 ചുരിദാർ വെച്ചെന്നാൽ മതി. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. രാത്രിയായി, ഇനി എന്താണ് പ്രാർത്ഥിക്കണം. അത്യാവശ്യം കുറച്ച് ജോലികളൂടെ ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പൊ ഈ വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.